ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പലതും ഇന്ന് ഭേദഗതികൾ തുറന്ന ചർച്ചകൾക്കൊന്നും വന്നിട്ടില്ല. അദ്ദേഹം ജുഡീഷ്യൽ റാങ്കുള്ള ആളും കൂടിയാണ്. ദാറ്റ് മീൻസ് ഈ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കേണ്ടത്. അതിലെ പല കാര്യങ്ങളും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതാണ് നടപ്പിലാക്കുന്ന സർക്കാർ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രമേയം പോലും നമ്മളിവിടെ പാസ്സാക്കുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ഉച്ചകോടിയുടെ പ്രീലിമിനറി സെഷനാണ്. ഈ വിദ്യാഭ്യാസ ഉച്ചകോടി എന്ന് പറഞ്ഞാൽ ജനീവയിലും മാത്രം നടക്കുന്നതല്ല, അത് ചെറുപ്പുകളിലും നടത്താം. ഓക്കെ, അപ്പൊ ആ ഒരു ഗൗരവത്തിലാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ഇത്രയും വലിയ അപൂർവ അവസരമാണ് സാധനം സംബന്ധിച്ചത്. അപ്പൊ വർക്ക്ഷോപ്പ് കാഞ്ചന ചേച്ചി, ഇവരെ ഞാൻ പരിചയപ്പെടുന്നത് 1991 ഒരു വർക്ക്ഷോപ്പ് നടന്നു ഇവരുടെ സ്ഥലത്ത് വെച്ചിട്ട്, മുക്കം മൊയ്തീൻ സേവാ മന്ദിരത്തിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് നടന്നു. ആ വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തു, ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് ഹോർട്ടിക്കൾച്ചർ കോളേജിൽ നിന്ന് ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. പുള്ളിയാണ് അത് കണ്ടക്ട് ചെയ്തിരുന്നത്. ആ വർക്ക്ഷോപ്പിന്റെ ലീഡ് ചെയ്തിരുന്നത് പ്രൊജക്ടുകളെ കുറിച്ചിട്ടുള്ള, ഈ NGO പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്, BP. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പുറകിലുള്ള കഥ ഞാൻ അറിയുന്നത്. ഇങ്ങനെ കാരണം അന്ന് BP